നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ രാത്രി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് രാത്രി നമുക്ക് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് എനിക്കുള്ള പണിയാണ്. അപ്പൊ വീഡിയോ കാണുന്നത് എല്ലാവരും നമ്മൾ രണ്ടാളും ഫോളോ ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യമായിരുന്നു തേങ്ങ ചിരണ്ടി തരാണ്. അപ്പോഴത്തേക്ക് ഇവിടെ കുക്കറിൽ വിസിലടിച്ചു. പുട്ടുണ്ടാക്കണം. ആർജക്കുട്ടി ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്, നന്നായിട്ട് ചെയ്യും. എന്റെ കൊച്ചു തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ആരാ ഹെൽപ്പ് ചെയ്യാനാണ്? കുക്കിങ്ങിന്റെ പ്രോസസിങ്ങിലാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ എന്താണ് ഒരു ഷീൽഡ് ഉള്ളത് എനിക്ക്. ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് ചെറുപയർ തോരനാണ്. ചെറുപയർ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട്. ചെറുപയർ കറിയാണ് തോരനാണ്? തോരനാണ്. വെള്ളം ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പയറും ആ സവാളയും കൂടി ഇട്ട് ഇപ്പൊ വറ്റിക്കും. തോരന് ആവശ്യമുള്ള തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട്. രാത്രി നമുക്ക് ഗോതമ്പുട്ടാണ്, അതിനുള്ള മാവ് കുത്തിയിട്ടിട്ടുണ്ടിരിക്കുകയാണ്. പുട്ട് പെട്ടെന്നാവും. മിക്സ് എനിക്ക് വേണ്ടി തക്കാളി പുട്ടും ചിക്കനൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് രാത്രിക്കുള്ള പുട്ട് ശ്രുതി മിക്സ് ചെയ്യാൻ വേണ്ടി പോകണം. എല്ലാം ഇട്ട് കഴിഞ്ഞ് ചിക്കനിലേക്ക് എന്നാൽ തീർന്നു. ചട്ടി പഠിച്ചു ശ്രുതി. ഇനി നമുക്ക് ചിക്കനില്ല, നമുക്ക് വേറെ വഴിയാണ്. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നിഷു ഫസ്റ്റ് കഴിച്ചു തുടങ്ങി ചിക്കൻ കറിയും പുട്ടും കൂടി മിക്സ് ചെയ്തതാണ്. എങ്ങനെയാണ്? പുളിയല്ലേ? ആ തട്ടുകടയുടെ ടേസ്റ്റ് ഇങ്ങനെയാണ്. അങ്ങനെ ഫൈനലി ആർജയും കഴിച്ചു തുടങ്ങി. പറ എങ്ങനെയുണ്ട്? സവാളൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടില്ലേ? കൊച്ചിയിലൊക്കെ തട്ടുകടയിൽ നമ്മളിങ്ങനെ കഴിച്ച് ശീലിച്ചിട്ട് നിങ്ങൾ ഇഷ്ടമാണ്. ഞാൻ പണിക്കുന്ന സമയത്ത് നമ്മളെ തമ്മിൽ നിൽക്കുമ്പോൾ വൈകിട്ടൊക്കെ പോയി കഴിക്കും. അടിപൊളി ടേസ്റ്റാണ്. സംഭവത്തിലുണ്ട് അടിപൊളി. ഗോതമ്പ് പുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ, മറ്റേത് അരിപ്പുട്ടായിരിക്കും. അവിടെ അങ്ങനെ ചെയ്യണ പല സാധനം വെച്ചും ചെയ്യൂല്ലേ? നൂൽപുട്ടൊക്കെ വെച്ച് ചെയ്തില്ലേ? പക്ഷെ എനിക്ക് ചിക്കൻ കൊണ്ടുണ്ടാക്കി തിന്നും. കപ്പ അത് തന്നെ എല്ലാ സാധനവും വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഉടച്ച് പെറുക്കിയൊക്കെ കൊടുക്കും.